സിന്ധു കഴിഞ്ഞാൽ അടുത്ത പേര് ജൈനമ്മ. സീരിയൽ കില്ലർ എന്ന് സംശയിക്കുന്ന സെബാസ്റ്റ്യനെ അറസ്റ്റ് ചെയ്യാൻ നിർണായകമായത് കോട്ടയം സ്വദേശി ജൈനമ്മ തിരോധന കേസിലെ അന്വേഷണമാണ്. കോട്ടയം ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിലാണ് പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്ന് അസ്ഥികൂടം കണ്ടെത്തിയത്. ജൈനമ്മയെ അറിയില്ല എന്നാണ് സെബാസ്റ്റ്യൻ മൊഴി നൽകുന്നതെങ്കിലും ഇരുവരെയും ബന്ധപ്പെടുത്തുന്ന നിരവധി തെളിവുകൾ ക്രൈംബ്രാഞ്ച് ശേഖരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ജൈനമ്മയെ കാണാതായത്. ഷാബാസ് അഹമ്മദ് നമുക്കൊപ്പം. ഷാബാസ് അഹമ്മദ്, ഗുഡ് മോർണിംഗ്. ജൈനമ്മ എവിടെ പോയി? അതിന്റെ ഉത്തരം സെബാസ്റ്റ്യൻ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ? സുജി, അത് തന്നെയാണ്. കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ജൈനമ്മയെ ഈ വീട്ടിൽ നിന്ന് കാണാതായത്. അന്ന് തന്നെ ഈ കുടുംബം തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ 4 ദിവസത്തോളം കാത്തിരുന്നിരുന്നു. കാരണം ജൈനമ്മ പല ധ്യാനകേന്ദ്രങ്ങളിലും മറ്റുമായി പോകാറുള്ളതാണ്, സ്ഥിരമായി പള്ളികൾ സന്ദർശിക്കാറുള്ളതാണ്. അപ്പോൾ 4 ദിവസത്തിന് ശേഷം തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലിരുന്നെങ്കിലും ഇവരെ കാണാതായതിനെ തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയത്. പിന്നീട് ഈ ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും ഈ കേസ് അന്വേഷിച്ചു. ആ അന്വേഷണത്തിനിടയിലാണ് ഈ കേസിൽ തന്നെ ഏറ്റവും നിർണായകമായ അസ്ഥികൂട ഭാഗങ്ങൾ ഈ പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയത്. അതിലേക്ക് എത്തിയത് സെബാസ്റ്റ്യനും ഈ ജൈനമ്മയും തമ്മിൽ ഫോൺ കോളുകൾ നിരന്തരം ഉണ്ടായിരുന്നു എന്ന കണ്ടെത്തലിന്റെ ഭാഗമായാണ്. ഒപ്പം ഈ ക്രൈംബ്രാഞ്ചിന്റെ ചോദ്യം ചെയ്യുന്നവരുടെ പട്ടികയിൽ സെബാസ്റ്റ്യന്റെ പേരും ഉൾപ്പെട്ടിരുന്നു. ഈ സെബാസ്റ്റ്യന് പള്ളിപ്പുറത്ത് വീടുള്ള കാര്യവും ക്രൈംബ്രാഞ്ച് ശ്രദ്ധിച്ചു. ജൈനമ്മയുടെ ഫോൺ അവസാനമായി ഓണായതും ഈ പള്ളിപ്പുറം ടവർ ലൊക്കേഷനിലാണ്. അങ്ങനെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ കേസിൽ തന്നെ ഏറ്റവും നിർണായകമായ ഈ സെബാസ്റ്റ്യന്റെ അറസ്റ്റിലേക്കും കസ്റ്റഡിയിലേക്കും ഒക്കെ നയിച്ച ഈ തെളിവ്, ഈ അസ്ഥികൂടം കണ്ടെത്തിയത്. ഈ ക്രൈംബ്രാഞ്ചിന്റെ ആദ്യഘട്ടത്തിലെ നിഗമനം അനുസരിച്ച് ഈ കിട്ടിയ അസ്ഥികൂടത്തിന്റെ പഴക്കം നോക്കി അത് ജൈനമ്മയുടേതാവാമെന്നായിരുന്നു നിഗമനം. ഇങ്ങനെയാണ് ഈ കേസിന്റെ ഈ വഴിത്തിരിവ് ഇത്രയും ഈ കാര്യമായി ഇതിലേക്ക് എത്തിയത്. ഇതിൽ തന്നെ ഈ ജൈനമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ ഈ സെബാസ്റ്റ്യൻ പണയം വെച്ചുകൊണ്ട് ഈ പൈസ തട്ടിയെടുത്തു എന്നൊരു കാര്യവും ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം ഈ ജൈനമ്മയുടെ ഫോൺ ഈ ഈരാറ്റുപേട്ടയിലെ ഒരു കടയിലെത്തി ചാർജ് ചെയ്ത ശേഷം അത് സെബാസ്റ്റ്യൻ കൈവശം വെച്ചു എന്ന കാര്യങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. സെബാസ്റ്റ്യൻ ഇതുവരെ ചോദ്യം ചെയ്യലിൽ ജൈനമ്മയെ അറിയുമെന്നോ മറ്റു കാര്യങ്ങളൊന്നും ഇതുവരെ സമ്മതിച്ചിട്ടില്ല. പക്ഷേ ഇരുവരെയും ബന്ധിപ്പിക്കുന്ന നിരവധി തെളിവുകളാണ് ക്രൈംബ്രാഞ്ച് ഇതിൽ ശേഖരിച്ചിരിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ ഐഷ കേസിലും ബിന്ദു കേസിലുമൊക്കെ രക്ഷപ്പെട്ടു എന്ന് കരുതിയ സെബാസ്റ്റ്യനെ കുടുക്കിയതും ഈ കോട്ടയം ക്രൈംബ്രാഞ്ച് ജൈനമ്മ കേസിൽ നടത്തിയ അന്വേഷണമാണ്. ഇപ്പോൾ ജൈനമ്മയുടെ ഭർത്താവ് അപ്പച്ചൻ നമ്മളോടൊപ്പം ഉണ്ട്. അവസാനമായി ജൈനമ്മ പോയത് എന്നായിരുന്നു? ക്രിസ്തുവിന് ഒരു 3-4 ദിവസം മുമ്പ് അവിടുന്ന് പോയത്. അത് വെളുപ്പിനെ ഇവിടുന്ന് പോയി. ഞാൻ ഏക്കുന്നതിന് മുമ്പ് പുള്ളിക്കാരി പോയി. അത് കഴിഞ്ഞ് പറഞ്ഞ് ഞാൻ ജ്ഞാനത്തിന് പോകും, ജ്ഞാനം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോകും, വീട്ടിൽ ക്രിസ്തുവിന് കഴിഞ്ഞ് വരുള്ളൂ എന്നുള്ള പ്രതീക്ഷ. ക്രിസ്തുവിന് അങ്ങ് പോകുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വരുമെന്ന് പറഞ്ഞു. പക്ഷേ പ്രതീക്ഷ ഈ സെബാസ്റ്റ്യന്റെ പങ്ക് ഏതെങ്കിലും തരത്തിൽ സംശയിക്കേണ്ടത്? നമുക്കതേ പറ്റി ഒന്നും അറിയത്തില്ല. ഇങ്ങനെ സെബാസ്റ്റ്യൻ എന്ന ആൾ ഇതിന് പിന്നിലുണ്ടെന്ന് എപ്പോഴാണ് അറിഞ്ഞത്? അത് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം അറിഞ്ഞതാണ്. എന്നാൽ അറിവ് അല്ല, നമുക്കതായിട്ട് അങ്ങനെ ബന്ധമുള്ളത്. പുള്ളിക്ക് ജ്ഞാനത്തിന് എപ്പോഴും പോകും, അല്ല നമുക്കതേപ്പറ്റി അറിയില്ല. സ്ഥിരമായി പോകാറുള്ളതാണ്? സ്ഥിരമായിട്ട് ജ്ഞാനത്തിനോ എവിടെ ജ്ഞാനുണ്ടെങ്കിലും പോകും, ഏത് പള്ളിയിലും പോകും. ഇല്ല, എന്താ സംഭവിച്ചെന്ന് അറിയണമെന്നൊരു ഇതില്ലേ? അറിയണം. പല എങ്ങനെ ഇത്ര നാൾ എൻ്റെ കൂടെ 17 കൊല്ലം പുള്ളിക്കാർക്ക് എന്നാ പറ്റി അറിയണ്ടേ? സ്വർണ്ണാഭരണങ്ങൾ കയ്യിലുണ്ടായിരുന്നോ? ഉണ്ട്. പോകുമ്പോൾ എല്ലാം ഉണ്ടോ പോകുള്ളൂ. എപ്പോൾ പോലും കഴുത്തേലും കയ്യിലും പാളയും മോരും ഒക്കെ ഇട്ടാ പോകുള്ളൂ. മാലയുണ്ട്, എല്ലായിട്ടുണ്ടാ പോകണം. ഇല്ല, നമ്മളൊന്നും എടുത്തിട്ടില്ല. അതാണ് സുജി. ആ ക്രിസ്മസിന് ഏകദേശം 2-3 ദിവസം മുമ്പാണ് ജൈനമ്മ അവസാനമായി ധ്യാനത്തിനെന്ന് പറഞ്ഞ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ പോയ ജൈനമ്മ അവസാനിച്ചത് എവിടെയാണ്? ഇപ്പോൾ ഓഗസ്റ്റ് മാസമായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ തിരോധാന കേസുകളിലൊക്കെ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ചേർത്തലയിലെ കൊലപാതകങ്ങളിൽ അന്വേഷണം വ്യാപിപ്പിക്കാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരിക്കുകയാണ്. കൂടുതൽ കൊലപാതകങ്ങൾ നടന്നോ എന്ന സംശയം അന്വേഷണ സംഘത്തിനുണ്ട്. അന്വേഷണം പ്രത്യേക സംഘത്തിന് കൈമാറും. കോട്ടയം, ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP മാർക്കാണ് അന്വേഷണ ചുമതല.